ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭയങ്കര രസമുള്ള ഒരു സൈഫൈ മൂവിയാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ കാണുന്ന കമ്പ്യൂട്ടർ ലോകം ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടർ ലോകത്തിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് റിയൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? മാത്രമല്ല അതിലുള്ള പ്രോഗ്രാമുകൾക്ക് തോന്നുകയാണ് ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്കും യഥാർത്ഥ മനുഷ്യരായി നിലനിൽക്കണം. അതിനുവേണ്ടി അവർ ആ ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അതുപോലൊരു കിടിലൻ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിഷ്വലി ഭയങ്കര റിച്ച് ആണ്. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് എനിക്ക് ഒരു കഥ നിങ്ങൾ കേട്ട് തുടങ്ങിക്കോ കേട്ടോ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഇന്റർവ്യൂ കാണിക്കുകയാണ്. അന്നത്തെ കാലത്ത് മനുഷ്യൻ ഒരുപാട് ഡിജിറ്റലി അഡ്വാൻസ് ആയിട്ടുണ്ട്. അന്ന് നിലനിന്ന വലിയൊരു കമ്പനിയാണ് എൻകാം. അതിന്റെ ഓണർ ആയിട്ടുള്ള കെവിൻ ഫ്ലിൻ, അദ്ദേഹത്തെ ഒരാൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കെവിൻ ഫ്ലിൻ പറയുന്നുണ്ട്, നമ്മളെല്ലാം കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മളെല്ലാവരും ഒരുപാട് വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ ഗെയിമിംഗ് വേൾഡ് ഉണ്ടല്ലോ, അത് റിയാലിറ്റി ആയി മാറാൻ പോവാണ്. വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു കോഡുകൾ, ഇതെല്ലാം ആ ഒരു ലോകത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അധികം നാളൊന്നുമില്ല. അല്ലെങ്കിൽ ആ ലോകത്തിലേക്ക് നമ്മൾക്കും പോകാൻ കഴിയും. വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു വാദവുമായിട്ടാണ് കെവിൻ ഫ്ലിൻ വന്നിരിക്കുന്നത് കേട്ടോ. എന്നാൽ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് അല്പനാളുകൾക്ക് ശേഷം കെവിൻ ഫ്ലിനെ കാണാതാവുകയാണ്. പിന്നീട് എൻകാം എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള കമ്പനിയുടെ ഹെഡിലേക്ക് വരുന്നത് ഡെസ് എന്നൊരു ലേഡിയാണ്. എന്നാൽ അധികം വൈകാതെ ക്യാൻസർ വന്ന് അവർ മരിച്ചു പോവാണ്. ഇപ്പോ അവരുടെ അനിയത്തിയായിട്ടുള്ള ഈവാണ് ഈ ഒരു കമ്പനി ഇപ്പൊ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആരോടും ഒന്നും പറയാതെ കമ്പനി വിട്ട് ഈവ് എങ്ങോട്ടോ പോയി. അവളിപ്പോ എവിടെയാണ്, എന്താ ചെയ്യുന്നത്, ഇതൊന്നും ആർക്കും അറിയില്ല. അതുപോലെ തന്നെ എൻകാം എന്ന കമ്പനിയുടെ പ്രധാന എതിരാളിയാണ് ഡെലഞ്ചർ. ഡെലഞ്ചറിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ ജൂലിയൻ ഡെലഞ്ചർ ആണ്. ഡെലഞ്ചർ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ജൂലിയൻ എൻകാം കമ്പനിയെ ഒരു വലിയ ശത്രുവായിട്ടാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും അവരെക്കാൾ മുന്നേ ആയിട്ട് ടെക്നോളജി എല്ലാം ഇവർക്ക് തന്നെ വരണം, ഇവർ ഏറ്റവും ടോപ്പിലെത്തണം, അതാണ് അവന്റെ ആ ഒരു ആഗ്രഹം. ഇതെല്ലാം ചെറിയ ചെറിയ ക്ലിപ്പിങ്ങിലൂടെ സിനിമയുടെ ആരംഭത്തിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം വലിയൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം കാണിക്കുകയാണ്. അതിന്റെ ഉൾഭാഗത്തായിട്ട് ചെറിയ ചെറിയ കോഡുകൾ ചേർന്നുകൊണ്ട് ഒരു മനുഷ്യരൂപം രൂപപ്പെടുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇത് നമ്മുടെ ലോകമല്ല. അന്ന് കെവിൻ ഫ്ലിൻ പറഞ്ഞതുപോലെ ആ ഒരു ഗെയിമിംഗ് വേൾഡ് ആണ്. അതിന് അദ്ദേഹം വിളിച്ച പേര് ഗ്രിഡ് എന്നാണ്. ആ ഗ്രിഡിന്റെ ഉള്ളിലാണ് ഇതുപോലൊരു മനുഷ്യരൂപം രൂപപ്പെടുന്നത്. അങ്ങനെ ഉണ്ടായി വന്ന ആ ഒരു പ്രോഗ്രാമിന്റെ പേരാണ് ഏരീസ്. നമ്മുടെ ഈ കഥയുടെ നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഏരീസ് രൂപപ്പെട്ടു കഴിഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ വേറെയും കുറച്ച് പ്രോഗ്രാമുകൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവരുടെ മുതുകിൽ നിന്നും ഒരു ലേസർ ബ്ലേഡ് എടുത്തുകൊണ്ട് അപ്പം തന്നെ ഏരീസിനെ വെട്ടുകയാണ്. പൂർണ്ണമായിട്ടും അവൻ നശിച്ചില്ലാതാവുന്നുണ്ട്. എന്നാൽ അല്പനേരം കൊണ്ട് തന്നെ അവന്റെ ശരീരം വീണ്ടും റീബിൽഡ് ആവുകയാണ്. ഇപ്പൊ ആദ്യത്തെ ആൾ എങ്ങനെയാണോ അവനെ വെട്ടിയത് ആ മെത്തേഡ് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത് മനസ്സിലാക്കി അതിനെ അവൻ തടുക്കുകയാണ്. എന്നാൽ മറ്റൊരാൾ വന്നിട്ട് മറ്റൊരു രീതിയിൽ വെട്ടുകയാണ്. ഇത് പിന്നെയും റിപ്പീറ്റ് ആവുകയാണ്. അതുപോലെ തന്നെ മരിക്കും തോറും അവൻ വീണ്ടും ജീവിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവൻ അറ്റാക്ക് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡ് എല്ലാം അവനിപ്പോ നന്നായിട്ട് മനസ്സിലായി. അവസാനം നല്ലൊരു കിടിലൻ ഫൈറ്റർ ആയിട്ട് ഏരീസ് മാറുകയാണ്. അവനെ അറ്റാക്ക് ചെയ്യാൻ വന്ന എല്ലാ പ്രോഗ്രാമുകളെയും അവൻ ഇല്ലാതാക്കി കളയാണ്. ഇതിനുശേഷം ഒരു ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ വലിയൊരു മുഖവും. ഇത് ഗ്രിഡ് എന്ന ഒരു ഗെയിമിംഗ് വേൾഡ് ആണെങ്കിൽ ആ ശബ്ദം വരുന്നത് നമ്മുടെ യഥാർത്ഥ ലോകത്തിൽ നിന്നാണ്. ഇപ്പൊ അവനോട് സംസാരിക്കുന്നത് മറ്റാരുമല്ല, കഥയുടെ വില്ലനായിട്ടുള്ള ഡെലഞ്ചർ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ജൂലിയസ് ആണ്. ഇപ്പൊ ജൂലിയസിനോട് നിങ്ങൾ ആരാണെന്ന് ഏരീസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജൂലിയസ് പറയാണ്, ഞാനാണ് നിന്റെ സൃഷ്ടാവ്. ഈ ഗെയിമിംഗ് ലോകം, അതായത് ഈ ഗ്രിഡിനുള്ളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നീ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചുമതല ഞാൻ നിനക്ക് തരാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇവിടെ വെച്ച് ഞാൻ എന്ത് പറഞ്ഞാലും നീ അതുപോലെ അനുസരിച്ചിരിക്കണം, കാരണം നിന്നുണ്ടാക്കിയത് ഞാനാണ്. ഇത് കേട്ട സമയത്തിന് ഏരീസ് അവന്റെ ആ ഒരു ആയുധം താഴെ വെച്ച്, മാസ്റ്റർ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കുമെന്ന് ആ ഒരു പ്രോഗ്രാം ആ ഒരു ഗ്രിഡിന്റെ ഉള്ളിൽ വെച്ച് പറയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഒരു മഞ്ഞുമലയാണ്. അങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ട് ഒരാൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് ആ മഞ്ഞുമലയുടെ അരികിലുണ്ടായിരുന്ന ഒരു ചെറിയ ഷെഡിലേക്ക് അവൾ എത്തുന്നുണ്ട്. അവളുടെ പേര് ഈവ് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഹീറോയിൻ. എൻകാം എന്ന ഒരു കമ്പനിയുടെ ഹെഡായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ ഈവാണ്. എന്നാൽ ഈവിന് മറ്റെന്തൊക്കെയോ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവൾ ഇപ്പോൾ വന്നത് ആ കമ്പനിയുടെ മുന്നത്തെ ഓണർ ആയിട്ടുള്ള കെവിൻ ഫ്ലിൻ, അദ്ദേഹത്തെ കാണാതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ ചേച്ചിയായിട്ടുള്ള ഡെസ്, അവരാണെങ്കിൽ അസുഖം വന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇവരെല്ലാവരും രഹസ്യമായി സൂക്ഷിച്ച ചില വിവരങ്ങളുണ്ട്, അതെടുക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ എത്തി കുറെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്തത് ഡെസ് ആയിരുന്നു. തന്റെ അനിയത്തിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഡെസ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം മോളെ, നീ എന്തായാലും എന്നെ തേടി വരുമെന്ന്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ. ഇതേ സമയത്ത് തന്നെ ഈവിന്റെ കൂടെ വന്ന മൈക്കിളും അങ്ങോട്ടേക്ക് എത്തുകയാണ്. മൈക്കിൾ ഇത് കണ്ടപാടിനെ പറയണ, ആഹാ നമ്മൾ തേടി വന്ന സാധനം കിട്ടിയല്ലോ, പക്ഷേ നമ്മൾക്ക് യഥാർത്ഥത്തിൽ വേണ്ട ആ കോഡുകൾ അതിവിടെ ഉണ്ടാകുമോ? കാരണം ഇവിടെയുള്ള ഈ സിസ്റ്റം ഇതൊക്കെ പഴയതാണ്. നമ്മൾ അന്വേഷിച്ച് വന്ന ആ ഒരു കോഡ് ഇവിടെ സൂക്ഷിക്കാൻ യാതൊരു കാരണവശാലും പറ്റില്ല. എന്നാൽ ഈവ് പറയാണ്, എനിക്ക് വിശ്വാസമുണ്ട് അത് ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഓരോ ഡാറ്റാസും അവൾ പരിശോധിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത്, അതായത് ഡെലിഞ്ചർ കമ്പനിയിൽ കാണിക്കുകയാണ്. ജൂലിയസ് ഡെലിഞ്ചർ അവന്റെ ഇൻവെസ്റ്റേഴ്സിനോട് ഓരോ കാര്യങ്ങളായിട്ട് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ എന്തോ ഒരു കാര്യം അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അത് ഇവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ജൂലിയസ് പറയാണ്, ടെക്നോളജിക്കലി രണ്ട് കമ്പനിയാണ് ഇന്ന് ലോകത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്, എൻകാമും അതുപോലെ തന്നെ ഡെലിഞ്ചറും. പക്ഷെ നമ്മൾ ഇപ്പോഴും പിന്നിലാണ്. ഒരു കാരണവശാലും പിന്നിലാവാൻ എനിക്കും എന്റെ അമ്മയ്ക്കും
താല്പര്യമില്ല. ഞങ്ങൾ മുന്നോട്ടേക്ക് വരിക തന്നെ ചെയ്യും. ഡെലിഞ്ചർ കമ്പനിയെ ഒന്നാമതായി ഞങ്ങൾ എത്തിക്കും. ഒന്നാമത് ആരാണോ എത്തുന്നത് അവരായിരിക്കും ഈ ലോകത്തിന്റെ അധികാരികൾ. പിന്നെ മറ്റൊരു കാര്യം പറയാണ്ട്, നമ്മൾ കണ്ടുപിടിച്ച ഗ്രിഡ് എന്ന ആ ഒരു ലോകം, അതിന്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെയുള്ള വസ്തുക്കളെ ഇങ്ങോട്ടേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു 3D പ്രിന്റിംഗ് മെഷീൻ അത് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിക്കൊണ്ട് വലിയ എന്തോ ഒരു സാധനം ഉണ്ടാക്കുകയാണ്. അവസാനം അത് കണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഞെട്ടിപ്പോവാണ്. കാരണം ഗെയിമിംഗ് ലോകത്തിൽ കാണുന്ന അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പോരാത്തതിന് മനുഷ്യരൂപമുള്ള ഒരു വലിയ പ്രോഗ്രാമും ഏരീസ്. ഇതെല്ലാം കണ്ട് അവിടുത്തെ അവർ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ആ നേരം ജൂലിയസ് ആരാണ് ഇപ്പൊ വന്ന ഈ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവന്റെ പേരാണ് ഏരീസ്. ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ്, കോഡിംഗ് ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പല കാര്യത്തിനും ഇവൻ ഉപയോഗിക്കാം. എന്തിനു പറയണം, യുദ്ധത്തിന് വേണമെങ്കിലും ഇവനെ കൊണ്ടുപോകാം. ഇനിയിപ്പോ ആ യുദ്ധത്തിൽ ഇവൻ മരിച്ചാൽ തന്നെ നമുക്കിവനെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം അവന്റെ ആ ഒരു പഴയ മെമ്മറി വെച്ച് തന്നെ. സോ അവസാനമില്ലാത്തവനാണ് ഈ വന്നു നിൽക്കുന്ന ഏരിയസ്. ഭയങ്കരമായ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം തന്നെ. സോ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിലേക്ക് ഇപ്പൊ ഏരീസ് കയറിയാണ്. ആ നേരം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴയുടെ ശബ്ദവും അതുപോലെ തന്നെ ആ വെള്ളത്തിന്റെ തുള്ളികളും ഇതെല്ലാം അവൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരെയും അവൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര സന്തോഷമായി. അവരിപ്പോ പറയാണ്, ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം, നന്നായിട്ട് ആലോചിച്ച് ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം പറയാം. അതായത് അവർ ഒരുപാട് ഫണ്ട് ഇറക്കിയാലേ ഈ ഒരു പ്രൊജക്ട്, ഈ പ്രോഗ്രാം മുന്നോട്ടേക്ക് പോവുള്ളൂ. അങ്ങനെ അവരെല്ലാവരും അവിടുന്ന് പോവാണ്. അവർ പോയി കഴിഞ്ഞ സമയത്ത് ആ മഴയത്ത് പാറി വന്ന ഒരു മിന്നാമിനിങ് അത് തന്റെ കൈകളിലേക്ക് പിടിച്ച് അതിന് വളരെ ആശ്ചര്യത്തോട് നോക്കുകയാണ് ഏരീസ്. എന്നാൽ ഇതേ നേരം തന്നെ ജൂലിയസിന്റെ അമ്മയായിട്ടുള്ള എലിസബത്ത് ഡെലിഞ്ചർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ എലിസബത്ത് ചോദിക്കുകയാണ്, എന്തിനാണ് ജൂലിയസ് നീ അവരോട് നുണ പറഞ്ഞത്? കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ഈ രൂപത്തിന് അരമണിക്കൂർ മാത്രമേ ദൈർഘ്യമുള്ളൂ എന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാണ് യുദ്ധത്തിന് വരെ ഇവനെ കൊണ്ടുപോകാം എന്ന് നീ ഇൻവെസ്റ്റേഴ്സിനോട് നുണ പറഞ്ഞത്? അതുപോലെ തന്നെ എലിസബത്ത് വേറെ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി മോനെ, എന്താണ് നിന്റെ പ്ലാനിങ്? ചില സമയത്ത് നുണ പറയാതെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്തായാലും നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു എന്ന് പറയാണ്. ഇതേ നേരം തന്നെ ജൂലിയസ് പറയണം, അമ്മ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷേ ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടുപിടിക്കും. അതായത് കെവിൻ ഫ്ലിൻ പറഞ്ഞതുപോലെ ആ ഒരു പെർമനന്റ് കോഡ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഏരീസിനെയും അതുപോലെ തന്നെ ആ പ്രോഗ്രാമിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന എന്തൊരു സാധനത്തിനെയും കൂടുതൽ നേരം ഒരുപാട് വർഷക്കാലത്തോളം പെർമനന്റ് ആയിട്ട് നമ്മുടെ ഈ ലോകത്തിൽ നിലനിർത്താൻ എന്നെ കൊണ്ട് കഴിയും. ആദ്യം ആ ഒരു കോഡ്, ആ പെർമനന്റ് കോഡ് എനിക്ക് കണ്ടുപിടിക്കണം. എന്നാൽ ഇപ്പൊ അരമണിക്കൂർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലേസർ കൊണ്ട് നിർമ്മിച്ച ഏരിയസ് അവിടെ തന്നെ ഒരുക്കി തീരുകയാണ്. അതുപോലെ ആ ഒരു വണ്ടിയും നശിച്ചു പോവാണ്. എന്നാൽ ഇവിടെ നശിച്ചുപോയ ഏരിയസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉള്ളിൽ കണ്ണു തുറക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ വെച്ച് കണ്ണു തുറന്ന ഏരിയസിന്റെ ഉള്ളിൽ ഒരു കാര്യം അങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ അപകടം. സ്ഥിരമായിട്ട് മനുഷ്യലോകത്തിൽ അവന് നിലനിൽക്കണമെങ്കിൽ ആ പെർമനന്റ് കോഡ് അത് വേണം. ഇപ്പൊ ഏരിയസിന്റെ ഉള്ളിൽ ആ ഒരു ചിന്ത മാത്രമാണ് ആ പെർമനന്റ് കോഡ്. ഇതേ സമയത്ത് തന്നെ മഞ്ഞുമലയുടെ മുകളിൽ പോയിട്ട് നമ്മുടെ ഈവ് ഒരു കോഡ് തപ്പുന്നുണ്ടായിരുന്നില്ലേ? ഇതേ ആ ഒരു പെർമനന്റ് കോഡ് തന്നെ അവസാനം ഒരു പഴയ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ വെച്ച് അവൾക്ക് അത് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ആ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള കെവിൻ ഫ്ലിന് ആർക്കും സംശയം തോന്നാതിരിക്കാനായിട്ട് ആ ഒരു പെർമനന്റ് കോഡ് പഴയ കമ്പ്യൂട്ടറിൽ ഒളിപ്പിച്ചു വെച്ചായിരുന്നു. ഇത് കിട്ടിയ സമയത്ത് ഈവിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. അവൾ അതപ്പം തന്നെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീന്റെ ഉള്ളിലേക്ക് ഈ ഒരു കോഡ് വെച്ചുകൊണ്ട് അവരവിടെ വെച്ച് തന്നെ ഒരു നാരങ്ങ മരം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് പ്രോഗ്രാമിങ്ങിലൂടെ പ്രിന്റ് ചെയ്തെടുക്കുകയാണ്. ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു നാരങ്ങ മരം തന്നെ. ഇനി അരമണിക്കൂർ ഇവർ കാത്തു നിൽക്കണം. അരമണിക്കൂറിൽ കൂടുതൽ ആ ഒരു മരം അവിടെ നിൽക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ആ ഒരു പെർമനന്റ് കോഡ് വർക്കായി. പ്രോഗ്രാമിങ്ങിലൂടെ എന്ത് വേണമെങ്കിലും ഈ ലോകത്തിൽ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിനുശേഷം ഏരീസിനെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് ആ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ വെച്ച് അവൻ കണ്ണു തുറന്നപ്പോൾ മുതൽ ജൂലിയസ് പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് അവന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് പെർമനന്റ് കോഡ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് അവനെ പോലെ തന്നെയുള്ള മറ്റൊരു പ്രോഗ്രാം വരികയാണ്. ഒരു ലേഡി പ്രോഗ്രാമാണ്. അതിന്റെ പേര് അദീന എന്നാണ്. ഇപ്പൊ അദീന ചോദിക്കുകയാണ്, യഥാർത്ഥ വേൾഡിലേക്ക് പോയിട്ട് എന്തായിരുന്നു നിന്റെ എക്സ്പീരിയൻസ് എന്ന്. ആ സമയത്ത് ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ഏരീസ് പറയാണ്, ഞാൻ പുറത്തേക്ക് പോയപ്പോൾ ഒരുപാട് മനുഷ്യരെ നേരിട്ട് കണ്ടു. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ അതെനിക്ക് ഫീൽ ചെയ്യാൻ കൂടെ കഴിഞ്ഞു. ഇതേയായിട്ട് അദീന ഞെട്ടിപ്പോവാണ്. കാരണം ഇവരെ പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യാൻ കഴിയില്ല. ബട്ട് ഏരീസിന് അങ്ങനെ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എന്തോ ഒരു തകരാറുണ്ട് എന്ന് അദീന വിചാരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും ടോപ്പായിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ സ്വയമേ രൂപപ്പെട്ട ഒരു ടെക്നോളജി, അതാണ് ഏരിയസ്. മനുഷ്യനേക്കാൾ ഒരു പടി മുകളിൽ നിന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു AI അല്ലെങ്കിൽ ഒരു ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ നേരം തന്നെ എൻകാം എന്ന് പറഞ്ഞ ഒരു കമ്പനി, ആ കമ്പനി വിട്ട് ഈവ് പുറത്തേക്ക് വന്നല്ലോ ആ ഒരു പെർമനന്റ് കോഡ് കണ്ടുപിടിക്കാനായിട്ട്. സോ ആ കമ്പനിക്ക് നാഥനില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോ 2 ഇന്ത്യൻ വംശജരാണ് ആ ഒരു കമ്പനിയെ മുന്നോട്ടേക്ക് പോകുന്നത്, അജയും അതുപോലെ തന്നെ മീരയും. ഇപ്പൊ കമ്പനിയുടെ ഭാഗത്തു നിന്നും പുതിയൊരു ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഗെയിം ഇവർ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്തോ സ്പേസ് പാരഡൈസ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. സോ അത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഈവനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പൊ ഇവര് അവൾക്കൊരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്, ദയവ് ചെയ്ത് നീ ഫോൺ ഒന്ന് ഓൺ ആക്കിയാൽ ഒന്ന് റെസ്പോൺസ് ആകുമെന്ന്. എന്നാൽ ഇതേ നേരം തന്നെ ഈവും മൈക്കിളും ഇപ്പോൾ ഉള്ളത് ആ ഒരു മഞ്ഞുമലയുടെ മുകളിലാണ്. അവള് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഓറഞ്ച് മരം ഉണ്ടല്ലോ
അത് 30 മിനിറ്റും കഴിഞ്ഞ് ഇപ്പൊ കൂടുതൽ നേരം നിലനിൽക്കുകയാണ്. അതായത് അവർ കണ്ടുപിടിച്ച ഒരു പെർമനന്റ് കോഡ് അത് റിയൽ ആണ്, സത്യമാണത്. ആ പെർമനന്റ് കോഡ് തേടിക്കൊണ്ട് ഈവ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജൂലിയസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവളുടെ കമ്പനി ആയിട്ടുള്ള എൻകാം അത് കണ്ടിന്യൂസ് ആയിട്ട് ഹാക്ക് ചെയ്യാനായിട്ട് ജൂലിയസ് ശ്രമിക്കുന്നുണ്ട്. അതായത് ഇൻകം എന്ന് പറഞ്ഞ ഒരു കമ്പനി നോർമൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറെ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ അതിന്റെ സൈബർ സെക്യൂരിറ്റിക്കായിട്ട് കുറെ തൊഴിലാളികളും അവിടെ ഇരിക്കുന്നുണ്ടാവും. എന്നാൽ ടെക്നോളജിക്കലി ഉള്ളിലെ ആ ഒരു പ്രോഗ്രാമിംഗ് കാണിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കോട്ട പോലെയാണ്. അതിനെ അത്ര പെട്ടെന്നൊന്നും തകർത്ത് ആ ഒരു കമ്പനി ഹാക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാലും ജൂലിയസ് അവനിപ്പോ ഉണ്ടാക്കിയ ഏരീസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാം, അതുപോലെ തന്നെ അദീന എന്ന് പറഞ്ഞ അതുപോലെയുള്ള ആ ഒരു പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, ഇതിനെല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഡിജിറ്റൽ വേൾഡിനെ തന്നെ ഹാക്ക് ചെയ്യാണ്. അതായത് അവരങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറുകയാണ്. അപ്പൊ തന്നെ ഈ സിഗ്നൽ എൻകാം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, അവരുടെ കമ്പനി ഹാക്ക് ആവാൻ പോവുക എന്നുള്ളത്. അപ്പൊ അതിനെ തടുക്കാനായിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ നേരം തന്നെ കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള അജയും മേരയും കൂടെ ആ ഒരു പുതിയ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആൾക്കാരുടെ മുന്നിലേക്ക്. എന്നാൽ ഇതേ നേരം തന്നെ അവരുടെ കമ്പനി അത് ഹാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ജൂലിയസ് ഉണ്ടാക്കിയിട്ടുള്ള ഏരിയസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാം അത് എൻകാം കമ്പനിയുടെ ഉള്ളിലെ ആ ഒരു ആന്റി വൈറസുകൾ ഉണ്ടല്ലോ, അതായത് ഇതുപോലെ തന്നെയുള്ള പ്രോഗ്രാമുകൾ അതിനെല്ലാം തകർത്തുകൊണ്ട് ഇവർ മുന്നോട്ടേക്ക് പോവാണ്. അവസാനം വലിയൊരു ഡാറ്റാബേസിന്റെ മുന്നിലേക്ക് ഏരിയസ് എത്തുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇത് നമ്മുടെ റിയൽ വേൾഡിലെല്ലാം സംഭവിക്കുന്നത് ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉള്ളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ അവസാനം ഇവരെല്ലാവരും ഒരു വലിയ ഡാറ്റാബേസിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് ഏരിയസ് പറയണം. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ഏരിയസ് പോവാണ്. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് 10 കണക്കിന് ഇൻഫർമേഷൻ ഡാറ്റാസ് അതിനുള്ളിൽ വെച്ച് അവന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ എൻകാം കമ്പനിയുടെ തൊട്ട് മുന്നത്തെ ഓണർ ആയിട്ടുള്ള ഈവ്, അവളുടെ ഒരു ഇന്റർവ്യൂ കൂടെ ഇപ്പോ ഏരിയസ് കാണുകയാണ്. അതായത് ഈവ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഗ്രിഡ് പ്രോഗ്രാമിന്റെ ഉള്ളിൽ നിന്നും പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാം, പക്ഷേ ചീത്ത ആൾക്കാർ അതിനൊരു വെപ്പണായിട്ട് അല്ലെങ്കിൽ മനുഷ്യരെ കൊല്ലാനായിട്ട് അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അതൊന്നുമല്ല. ഇന്ന് ഈ ലോകത്ത് പട്ടിണി കാരണം എത്ര കോടി ജനങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഒരുപാട് അസുഖം കാരണം എത്ര കോടി ജനങ്ങൾ മരിച്ചു പോകുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് ഈ ടെക്നോളജി എനിക്ക് ഉപയോഗിക്കണം, അതാണ് എന്റെ ആഗ്രഹം. സോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈവ് പറയുന്നത്. ഇതെല്ലാം ഏരിയസ് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈവിന്റെ ചേച്ചി മരിച്ച സമയത്ത്, അതായത് ഡെസ് മരിച്ച സമയത്ത് അവളുടെ അരികിൽ നിന്നും അവൾ കരയുന്ന ആ ഒരു വിഷ്വൽ എല്ലാം ഇപ്പൊ ഏരിയസ് കാണുകയാണ്. പിന്നീട് ഏരിയസ് അവന് വേണ്ട ആ ഒരു ഡാറ്റാസ് എല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്ന സമയത്ത് അവന്റെ ആൾക്കാരെ തടുക്കാനായിട്ട്, അതായത് എൻകാം കമ്പനിയുടെ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് വന്ന വൈറസുകളാണ് ഇവര്. സോ ഈ വൈറസുകളെ നശിപ്പിക്കാനായിട്ട് മറ്റു വൈറസുകൾ അയക്കുകയാണ്. ഇപ്പോ ഇവർക്ക് രണ്ടുപേർക്കിടയിലും ഭയങ്കരമായിട്ടുള്ള പോരാട്ടം നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഗ്രാഫിക്കലി അടിപൊളിയായിരുന്നു ആ ഒരു കാഴ്ചയൊക്കെ. എന്നാൽ ഡെലിഞ്ചർ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ജൂലിയൻ എന്താ ചെയ്തതെന്ന് അറിയോ? ഇങ്ങനൊരു ഹാക്കിംഗ് നടന്നിട്ടുണ്ട്, അതിന്റെ തെളിവുകളായിട്ട് അവൻ അയച്ച ആ ഒരു ആന്റിവൈറസുകൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. സോ എല്ലാത്തിനെയും ഒരൊറ്റ സ്വിച്ച് കൊണ്ട് അവൻ ഇല്ലാതാക്കുകയാണ്. അതായത് ജൂലിയന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇപ്പൊ ആരെടുത്തു കഴിഞ്ഞു? ഏരിയസ് എടുത്തു കഴിഞ്ഞു. സോ ഏരിയസിന് മാത്രം അവിടുന്ന് കൊണ്ടുവരുവാണ്. ഇതേ നേരം തന്നെ പുതിയ ആ ഒരു ഗെയിമിന്റെ പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അജയ്, അവന്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു വലിയ കമ്പ്യൂട്ടറും ഇപ്പൊ ചെറിയൊരു മാൽഫങ്ഷൻ ആവുകയാണ്. എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അജയെ വേഗം തന്നെ അവിടെയുള്ള ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോകണം. ഇതേ നേരം തന്നെ ഡിലഞ്ചർ കമ്പനിയുടെ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് എത്തിയ നമ്മുടെ ഏരിയസ് അവന്റെ ഓണർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ ബോസ് ആയിട്ടുള്ള ജൂലിയനോട് ചോദിക്കുകയാണ്, എന്തിനാണ് എന്റെ കൂടെ വന്നവരെ നീ ഇല്ലാതാക്കിയത്? എന്നാൽ ജൂലിയന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് അവൻ ഉണ്ടാക്കി വെച്ച പ്രോഗ്രാം അവനോട് തന്നെ കാര്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നു. സോ ജൂലിയൻ ഇത് കേട്ടപ്പോൾ പറയാണ്, നിങ്ങളെല്ലാം പ്രോഗ്രാമുകളാണ്, നിങ്ങൾ ഉണ്ടാക്കിയത് ഞാനാണ്, ഞാൻ എന്ത് കമാൻഡ് തരുന്നോ അതുപോലെ നിങ്ങൾ ചെയ്യുക, എനിക്ക് നിങ്ങളെ ആവശ്യമില്ല എന്ന് തോന്നിയാൽ ഞാൻ അപ്പൊ തന്നെ നിങ്ങളെ നശിപ്പിച്ചു കളയും. ഇത് കേട്ട സമയത്ത് ഏരിയസിന് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ഇവനൊരു ചീത്ത മനുഷ്യനാണെന്ന്. അതുപോലെ തന്നെ ജൂലിയൻ പറയാണ്, ആദ്യം നിന്നെ ഏൽപ്പിച്ച പണി ചെയ്യേ, അതായത് ഈവിനെ കുറിച്ചുള്ള ഡാറ്റാസ് നിനക്ക് കിട്ടിയല്ലോ, അവളുടെ കയ്യിൽ ഇപ്പൊ ഒരു പെർമനന്റ് കോഡ് കിട്ടിയോ ഇല്ലയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു പറയണം. ഇതേ നേരം തന്നെ ജൂലിയന് ഒരു കോള് വരുന്നുണ്ട്. വിളിച്ചത് അജയ് ആണ്. അജയ് വിളിച്ച പാടിനെ പറയുന്നത്, എന്റെ കമ്പനിയിൽ ഇപ്പൊ ഒരു ഹാക്കിംഗ് നടന്നു, അത് ചെയ്തത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്കുള്ള പണി വരുന്നുണ്ടാ. ഈ സമയത്ത് ജൂലിയൻ പറയാണ്, അജയ് നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അതിനൊന്നും യാതൊരു എവിഡൻസും ഇല്ല. നീ എന്നോട് ഇങ്ങനെ വെറുതെ ചെലക്കാതെ നിന്റെ കമ്പനിയുടെ CEO ഉണ്ടല്ലോ ആ ഒരു ഈവ്, അവളെവിടെ? അവൾ ആദ്യം പോയിട്ട് തപ്പി പിടിക്കുന്നു പറയണം. ഇതേ നേരം തന്നെ ഈവനെ കാണിക്കാണ്, അവൾക്ക് ആ ഒരു പെർമനന്റ് കോഡ് കിട്ടി. സോ അതുമായിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്താണ് അജയ് അവള് വിളിക്കുന്നത്. ഇപ്പൊ ഈവ് പറയണ, അജയ് നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമ്മളെല്ലാവരും ഒരു മിത്താണെന്ന് കരുതിയ അല്ലെങ്കിൽ വെറും കെട്ടുകഥയാണെന്ന് കരുതിയ ആ ഒരു പെർമനന്റ് കോഡ് അതെനിക്ക് കിട്ടിയെന്ന് പറയണം. ഇത് കേട്ട സമയത്ത് അജയ് പറയണം, സത്യമായിട്ടും ഉറപ്പായിട്ടും അത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം, അവനിട്ട് നമുക്ക് നല്ലൊരു പണി കൊടുക്കണം, കാരണം കുറെ ദിവസമായിട്ട് നമ്മുടെ കമ്പനി അവൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അജയോട് ക്ഷമയോട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈവ് പറയണം. ഇതേ നേരം തന്നെ ഈവിനെ കുറിച്ചുള്ള സകലമായ കാര്യങ്ങളും ഏരീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് CCTVകൾ ഉണ്ടല്ലോ, ഇതെല്ലാം ഹാക്ക് ചെയ്തുകൊണ്ട് അവൾ എവിടെയാ പോയത്, എന്തിനാ പോയത്, അവൾ എന്താണ് സംസാരിക്കുന്നത്, ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി അതായത് ഒരു പ്രോഗ്രാമാണ്, കോടിക്കണക്കിന് കാര്യങ്ങൾ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് അതിന് മനസ്സിലാക്കാൻ കഴിയും. സോ അങ്ങനെ ഏരീസ് അനലൈസ് ചെയ്തതിലൂടെ ഈ ഈവ് ഒരു മഞ്ഞുമലയുടെ മുകളിലേക്ക് പോയെന്നും അവിടെ വെച്ച് ആ ഒരു പെർമനന്റ് കോഡ് കിട്ടി എന്നുള്ള വിവരം ഏരീസിന് മനസ്സിലാവുകയാണ്. ആ കാര്യം അവനിപ്പോ
ജൂലിയനോട് പറയുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ ഒരു പെർമനന്റ് കോഡ് ഇനി ഇവർ എടുക്കണം. അപ്പോഴേക്കും ഫ്ലൈറ്റിൽ വന്നിരുന്ന ഈവും അവളുടെ കൂടെ ഉണ്ടായിരുന്ന മൈക്കിളും ഇപ്പൊ ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ കയ്യിൽ പ്രത്യേകതരം ഒരു ഗണ്ണുണ്ട്. ഒരു ഗണ്ണ് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലതൊരു ഡിവൈസ് എന്ന് പറയും, ഒരു പാർട്ടിക്കിൾ ഗണ്ണ്. അതായത് ആ ഒരു ഗണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുന്നിലുള്ള ആൾക്കാരെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യനെ പാർട്ടിക്കിൾസ് ആക്കിയിട്ട് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ പ്രോഗ്രാം ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം ഒരു എന്താ പറയാ ഭയങ്കര ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡിവൈസ്, അതിനെ പാർട്ടിക്കിൾ ഗണ്ണ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു സാധനം ഇവരുടെ കയ്യിലുണ്ട്. അതിപ്പോ മൈക്കിളിന്റെ കയ്യിൽ കൊടുത്ത് അവനോട് കാറിൽ വരാൻ പറയാണ്. അതുപോലെ തന്നെ ഈവ് നേരെ ഒരു ബൈക്ക് എടുത്തുകൊണ്ടാണ് പോകുന്നത്. സോ ഈ കാര്യമെല്ലാം മനസ്സിലാക്കിയ ജൂലിയൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഏരിസിനെയും അതുപോലെ തന്നെ അദീനെയും 3D പ്രിന്റ് ചെയ്തുകൊണ്ട് പുറം ലോകത്തേക്ക്, അതായത് നമ്മുടെ ലോകത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു സൂപ്പർ ബൈക്ക് കൊടുക്കണം. ആ ബൈക്ക് ഉപയോഗിച്ച് ഈവിനെ പിടിക്കാൻ വേണ്ടി പറയണം. ഇതേ നേരം ഈവ് സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവൾ ആ സമയത്ത് ആ കാര്യം കാണുകയാണ്. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 ബൈക്കുകൾ അവളുടെ പിന്നാലെ വരികയാണ്. അപ്പൊ തന്നെ ഈവിന് മനസ്സിലായി ഇത് അവന്റെ പണിയാണ്, ജൂലിയന്റെ പണി. പിന്നെ ഒന്നും നോക്കിയില്ല, ഈവ് നന്നായിട്ട് പറപ്പിച്ചങ്ങോട്ട് വിടുകയാണ് അവളുടെ ബൈക്ക്. പക്ഷെ ഓവർ സ്പീഡിൽ ഈവ് പോകുന്നത് കണ്ടപ്പോൾ തന്നെ പോലീസുകാരും അവളുടെ പിന്നാലെ കൂടുകയാണ്. എന്നാൽ ഇത് സംഭവിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏരിസും അദീനയും കൂടിയിട്ട് ഒരു വലിയ ലേസർ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ കാറ് 2 കഷ്ണമാക്കിയിട്ട് അലുവ മുറിക്കുന്നത് പോലെ മുറിച്ചിടുകയാണ്. അതായത് രണ്ടുപേരും വളരെ ഡേഞ്ചറാണ്. എന്തായാലും ഇത് കണ്ട സമയത്ത് ഈവ് തീരുമാനിക്കുകയാണ് എന്തെങ്കിലും ഒരു ട്രിക്ക് കാണിച്ച് ഇവരെ വഴി തിരിച്ചു വിട്ടേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു ട്രിക്ക് കാണിച്ച് ഏരിസിനെ അവൾ വഴി തിരിച്ചു വിടുന്നുണ്ട്. എന്നാൽ അവളുടെ പിന്നാലെ തന്നെ ഇപ്പോഴും അദീനുണ്ട്. ഇപ്പൊ ഈവ് നേരെ പോകുന്നത് വലിയൊരു പാർക്കിംഗ് സ്ലോട്ടിലേക്കാണ്. അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ അദീന വരുന്നുണ്ട്. എന്നാൽ ഒരു ട്രിക്ക് കാണിച്ചുകൊണ്ട് ഈവ് അവളുടെ മേത്തേക്ക് ഈവിന്റെ ബൈക്ക് കൊണ്ടുവന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ അത് തട്ടി അദീന മുകളിൽ നിന്ന് താഴേക്ക് തെറിച്ചു പോയി വീഴുന്നുണ്ട് കേട്ടോ. അവളുടെ കാര്യം തീർന്നു എന്ന് കരുതിയിട്ട് താഴേക്ക് ഈവ് നോക്കുമ്പോൾ അദീനെ അവിടെ കാണാനില്ല. കാരണം അദീന ഓടി വരികയാണ് മുകളിലേക്ക്, അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്. പക്ഷെ അദീനയുടെ ബൈക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും ആ ബൈക്ക് ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് അവൾ തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് ഏരീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. എന്തായാലും അദീനയുടെ ആ ഒരു ബൈക്ക് എടുത്ത് പോകാൻ നോക്കുമ്പോൾ അതൊന്ന് പൊന്തിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് ഓൺ ആക്കാനോ ഒന്നും നമ്മുടെ ഈവിന് കഴിയുന്നില്ല. കാരണം അതിന്റെ ആ ഒരു ടെക്നോളജി തന്നെ വേറെയാണ്. എന്നാൽ പല സ്ഥലത്ത് ഇങ്ങനെ പിടിച്ച് ഞെക്കിയപ്പോൾ ഏതോ ഒരു സ്വിച്ച് ലെവലിൽ ഞെക്കിയപ്പോൾ അതങ്ങോട്ട് ഓൺ ആവുകയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ ഒരു ബൈക്ക് എഴുന്നേറ്റ് അങ്ങ് നിൽക്കുകയാണ്. ഈവ് ഒന്നും നോക്കിയില്ല, അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. പിന്നീട് ഒരു ജെറ്റ് പോകുന്ന വേഗത്തിൽ ഈ ബൈക്ക് അങ്ങ് പോവുകയാണ്. എന്നാൽ അവളുടെ പിന്നാലെ തന്നെ ഏരീസും വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈവിന് അറിയില്ല അവൾ ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോഗ്രാം ആണെന്നുള്ള കാര്യം. അവൾ വിചാരിക്കുന്നത് അത് റിയൽ ആയിട്ടുള്ള മനുഷ്യരാണെന്നാ, അഡ്വാൻസ് ആയിട്ടുള്ള ബൈക്ക് അവർ ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷേ ഈവിന് ആ ഒരു സമയത്ത് ഏരീസ് മറ്റൊരു രീതിയിൽ ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണ്. വലിയ ലേസറിന്റെ മതിലുകൾ ഉണ്ടാക്കി ആ മതിലും അതുപോലെ തന്നെ കാറുകൾക്കിടയിലും വെച്ച് അവളെ ജാം ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഏരീസിന്റെ മുന്നിലേക്ക് ഒരു കാർ വന്ന് പെടുകയാണ്. അത് അപ്രതീക്ഷിതമായിരുന്നു. സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഏരീസിന്റെ ശ്രദ്ധ കുറച്ചു നേരം അങ്ങോട്ടേക്കായി. ആ ഒരു ഗ്യാപ്പിന് ഈവ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ വീണ്ടും അവളെ ഈ ഏരീസ് കണ്ടുപിടിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റേസ് നടത്തുന്നത്. ഇതിനിടയിൽ വലിയൊരു അപകടം സംഭവിച്ച് രണ്ടുപേരും കൂടെ തെറിച്ച് വീഴുകയാണ്. ഒരു വലിയ വേസ്റ്റ് കൂനയുടെ ഉള്ളിലേക്കാണ് വീഴുന്നത്. ഇതെല്ലാം ലൈവായിട്ട് തന്നെ ഡെലിഞ്ചർ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ജൂലിയസ് കാണുന്നുണ്ട്. ജൂലിയസ് അപ്പൊ തന്നെ ഒരു പാർട്ടിക്കിൾ ഗണ്ണ് അയാളുടെ ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈവിന്റെ അടുത്തേക്ക് ചെല്ലുക. അവളെ ഈ പാർട്ടിക്കിൾ ഗണ്ണ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ആക്കി മാറ്റുക എന്ന് പറയാണ്. ഇതേ നേരം തന്നെ ഈവനെ കാണിക്കുകയാണ്. അവൾ അവിടുന്ന് വീണല്ലോ. വീണപാട് തന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇനി രക്ഷപ്പെട്ടു പോകാനായിട്ട് അവളുടെ കയ്യിൽ ഒരു ബൈക്കില്ല. എന്നാൽ മുന്നോട്ടേക്ക് രക്ഷപ്പെടാനായിട്ടുള്ള സ്ഥലവും അതുമില്ല. തൊട്ട് മുന്നിൽ കടലാണ്. ഇപ്പൊ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഈവ് എന്ത് ചെയ്തു എന്നറിയോ? അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പെർമനന്റ് കോഡ് വെച്ച ആ ഒരു ചെറിയ ആ ഒരു ഡിവൈസ് അത് പൊട്ടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചെറിയാണ്. അതായത് അതിനെ അവൾ നശിപ്പിക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ടേക്ക് ഏരീസ് വരുന്നുണ്ട്. ഏരീസ് വന്നപാട് തന്നെ ചോദിക്കുന്നത് ആ പെർമനന്റ് കോഡ് അത് എവിടെയെന്നാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഈവ് പറയാണ് ഇല്ല അത് ഞാൻ നശിപ്പിച്ച് കളഞ്ഞു, അത് ഞാൻ വെള്ളത്തിലേക്ക് എറിഞ്ഞു എന്ന് പറയണം. അപ്പൊ ഏരീസ് പറയണ ഇല്ല അത് നിന്റെ ശരീരത്തിൽ ഇപ്പോഴും എവിടെയുണ്ട്, അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അത് നീ മര്യാദക്ക് തന്നോ എന്ന് പറയാണ്. എന്നാൽ അതേ നേരം തന്നെ ഏരീസിന്റെ അരമണിക്കൂർ അതിവിടെ ഫിനിഷ് ആവണം. കാരണം ഒരു പെർമനന്റ് കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ അരമണിക്കൂറിൽ കൂടുതലായിട്ട് ഏരീസിനെ പോലെയുള്ള ആ ഒരു പ്രോഗ്രാമുകൾക്ക് റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ വെച്ച് ഏരീസ് എന്ന ഒരു പ്രോഗ്രാം അലിഞ്ഞില്ലാതാവാണ്. അത് കണ്ടപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് അവൻ വെറും ഒരു പ്രോഗ്രാം മാത്രമായിരുന്നു എന്ന്. ഇതേ നേരം തന്നെ ജൂലിയസിന്റെ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നു. അവരുടെ കയ്യിൽ ആ ഒരു പാർട്ടിക്കിൾ ഗണ്ണുണ്ട്. അത് ഉപയോഗിച്ച് ഈവിന് അവർ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടിയിട്ട് അവളുടെ മനുഷ്യരൂപം മാറി അവളൊരു എന്താ പറയാ ഒരു പ്രോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അങ്ങനെ പ്രോഗ്രാമായി കൺവേർട്ട് ആയ ഈ ഒരു ഈവിനെ അവരുടെ ഒരു ഡിജിറ്റൽ ഡിവൈസിലേക്ക് അവർ കയറ്റി കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈവിനെ പിടിക്കാനായിട്ട് ജൂലിയൻ ഇതുപോലെ 2 റോബോട്ടുകളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള 3D പ്രിന്റ് ചെയ്ത ഒരു പ്രോഗ്രാമുകളെ സിറ്റിയിലേക്ക് അയച്ചല്ലോ. അത് കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ പോലീസുകാരൊക്കെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ആരാണ് അവരെവിടുന്നാ വന്നത്? ഈ കാര്യങ്ങളെല്ലാം ടിവിയിൽ ലൈവ് ആയിട്ട് തന്നെ ജൂലിയന്റെ അമ്മയായിട്ടുള്ള എലിസബത്ത് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അവനോട് പറയുന്നുണ്ട്. എന്നാൽ ജൂലിയന് അതിലൊന്നും യാതൊരു ശ്രദ്ധയില്ല. അവന് യാതൊരു പ്രശ്നവുമില്ല. ഇതെന്താന്ന് വെച്ചാൽ സംഭവിച്ചോട്ടെ. അവന്റെ ലക്ഷ്യം പെർമനന്റ് കോഡാണ്, അത് കിട്ടണം. ഇതേ നേരം തന്നെ ജൂലിയന്റെ ഡെലഞ്ചർ കമ്പനിയുടെ ഉള്ളിൽ ആ ഒരു പ്രോഗ്രാമിന്റെ ഉൾഭാഗം കാണിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഏരീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈവിനെ ഒരു പ്രോഗ്രാമായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവന്നല്ലോ. അങ്ങനെ വന്ന
വന്നു കഴിഞ്ഞാൽ അവരെ ആക്റ്റീവ് ചെയ്യാനായിട്ട് അവരുടെ പിന്നിലായിട്ട് ഒരു റിങ് വെക്കണം. അതുപോലെ ഒരു റിങ് വെച്ച് ഈവിനെ ഇവർ ആക്റ്റീവ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് കണ്ണ് തുറന്ന പാടന്നെ ഈവ് ചോദിക്കുന്നത് ഞാനിത് എവിടെയാണ്? ഈ സമയത്ത് ഏരിസ് പറയാണ്, നിങ്ങളിപ്പോൾ ഉള്ളത് ഡെലിഞ്ചർ കമ്പനിയുടെ പ്രോഗ്രാമിന്റെ ഉള്ളിലാണ്, അതായത് ഒരു ഡിജിറ്റൽ ഡിവൈസിന്റെ ഉള്ളിൽ. ആ ഒരു ഡിജിറ്റൽ വേൾഡ് ആണിത്. സത്യം പറഞ്ഞാൽ ഈവ് ആകെ അത്ഭുതപ്പെട്ടു പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഈവിനോട് ഏരിസ് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ആ ഒരു പെർമനന്റ് കോഡ് വേണം, അത് നീ തരണമെന്ന്. അപ്പൊ ഈവ് പറയണം, ഞാനത് നശിപ്പിച്ചു കഴിഞ്ഞു, എന്റെ കയ്യിൽ ഇപ്പൊ അതില്ല. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അദീന വരുന്നുണ്ട്. അദീന പറയാണ്, നിന്റെ ശരീരം മുഴുവനായിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കി, നിന്റെ ശരീരത്തിന്റെ എവിടെയോ ആ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇതേ നേരം തന്നെ ഏരിസ് പറയാണ്, ഈവേ നീ ആ ഒരു പെർമനന്റ് കോഡ് ഒരു തവണ നേരിട്ട് കണ്ടതാണ്, സോ നിന്റെ മെമ്മറിയുടെ ഏതോ ഒരു ഭാഗത്ത് അത് കിടക്കുന്നുണ്ട്, അത് നീ വീണ്ടെടുക്കണം എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ഇപ്പോ ജൂലിയന്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് ഏരിസിന് വരികയാണ്. അതായത് എങ്ങനെയെങ്കിലും ഈവന്റെ ഉള്ളിൽ നിന്നും ആ ഒരു പെർമനന്റ് കോഡ് എടുക്കണമെന്ന്, അതിനിപ്പോ എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഏരിസ് പറയണ്, അങ്ങനെ അവളുടെ ഉള്ളിൽ നിന്നും ആ ഒരു മെമ്മറിയിലൂടെ പെർമനന്റ് കോഡ് ഡീകോഡ് ചെയ്തെടുക്കുമ്പോൾ അവളുടെ ആ ഒരു എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതാവും. അതായത് ഈ പ്രോഗ്രാമിന്റെ ഉള്ളിലും അതുപോലെ റിയൽ ലൈഫിലും. അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഈവ് മരിച്ചു പോകുന്നു. എന്നാൽ ഇത് കേട്ട സമയത്ത് ജൂലിയൻ പറയാണ്, ഇനിയിപ്പോൾ അവള് മരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആ സാധനം കിട്ടിയാൽ മതിയെന്ന്. എന്നാൽ ഈ കാര്യം ഏരിസിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു മനുഷ്യനെ കൊല്ലാനാണ് ഇപ്പൊ ജൂലിയൻ പറയുന്നത്. എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലാണ് ഏരിസ് എന്ന ഒരു പ്രോഗ്രാം. കാരണം അവന് സ്വയം ചിന്തിക്കാൻ കഴിയും. ഇതേ നേരത്ത് അദീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ അദീന എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്കാ പ്രോഗ്രാം മാത്രമാണ്, സ്വയം ചിന്തിക്കാൻ കഴിയില്ല. അദീന വന്നിട്ട് പറയാണ്, ഇപ്പൊ ഈവിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു പ്രോഗ്രാം എത്രയും പെട്ടെന്ന് തന്നെ ഡീകോഡ് ചെയ്തെടുക്കണമെന്ന്. എന്ന് ഏരിസ് പറയാണ്, അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ, ഞാനാണ് ഇവിടുത്തെ ഇൻചാർജ്. നമ്മുടെ ബോസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസും അല്ലെങ്കിൽ ഒരു മെസ്സേജും എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ വരട്ടെ, എന്നിട്ട് നമുക്കത് ഡീകോഡ് ചെയ്യാന്ന് പറയണം. എന്നാൽ ഇവിടെ മുതൽ അദീനയ്ക്ക് എന്തോ ഒരു സംശയം, ഇവന് വല്ല നുണയും പറയുന്നുണ്ടോ? അങ്ങനെ ഒരു ചെറിയ സംശയത്തിൽ അദീന അവിടുന്ന് പുറത്തേക്ക് പോകണം. നേരെ പോയിട്ട് ഈ ജൂലിയനോട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഉണ്ടാക്കിയ ഈ സ്ഥലത്തിന്റെ ഹെഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടല്ലോ ഏരിസ്, അവൻ എന്തൊക്കെയോ ചില മാൽ ഫംഗ്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ ജോലിയൊന്നും അവൻ ചെയ്യുന്നില്ല. ഇത് കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ജൂലിയൻ പറയാണ്, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളഞ്ഞേക്ക്, നീ തന്നെ ഒരു ടീം ബിൽഡ് ചെയ്തോന്ന് പറയണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈവന്റെ ഉള്ളിൽ നിന്നും ആ ഒരു പ്രോഗ്രാം അത് ഡീകോഡ് ചെയ്ത് എടുത്തോണെന്ന് പറയുന്നുണ്ട്. ഇതേ നേരം ഏരിസിനെ കാണിക്കുകയാണ്. ഏരിസ് ഇപ്പോൾ ഈവിനോട് പറയാണ്, നമുക്ക് അധിക നേരം സമയമല്ല, സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈവെ, ഞാൻ നിന്നെ വിശ്വസിച്ചോട്ടെ, എന്നെ ഉണ്ടാക്കിയ ജൂലിയനെ അയാൾ ഒരു കാരണവശാലും എനിക്ക് വിശ്വാസമില്ല. ഈ സമയത്ത് ഈവ് പറയണം, തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കാം, കാരണം നിന്നെപ്പോലെയുള്ള പ്രോഗ്രാമിനെ കൊണ്ട് അവൻ ഈ ലോകത്തെ നശിപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, മനുഷ്യർക്ക് ഉപകാരമുള്ള രീതിയിൽ നിങ്ങളെയൊക്കെ എങ്ങനെ കൊണ്ടുവരാം എന്നാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് എന്നെ ധൈര്യമായിട്ട് വിശ്വസിക്കാന്ന് ഈവ് ഇപ്പോൾ ഏരിസിനോട് പറയണം. ഇതേ നേരം തന്നെ അദീന അങ്ങോട്ടേക്ക് വരികയാണ്. അതിനെ കണ്ടപാടിനെ ഏരിസ് പറയുന്നുണ്ട്, അദീന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. എന്നാൽ അതൊന്നും കേൾക്കാതെ അദീന പറയാണ്, ഏരിസ് എനിക്ക് ജൂലിയൻ പറയുന്നത് കേൾക്കാൻ കഴിയുള്ളൂ, ഈവൻ എനിക്ക് വിട്ടുതാന്ന് പറയണം. എന്നാൽ അപ്പൊ തന്നെ ഏരിയസ് കയ്യിലൊരു വെപ്പൺ ഉണ്ടാക്കിക്കൊണ്ട് അവർ നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരൊറ്റ കുത്തലാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു പ്ലാറ്റ്ഫോം തകർന്നുകൊണ്ട് ഇവർ നേരെ താഴേക്ക് വീഴുന്നുണ്ട്. അവിടെ ഓൾറെഡി ഏരിയസ് വലിയൊരു ജെറ്റ് ബിൽഡ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നീട് ആ ഒരു വലുതെന്ന് വെച്ചാൽ ആ ഒരു വലിയ ഡിജിറ്റൽ വേൾഡ് ആണ്, ചിലപ്പോൾ അത് അൺലിമിറ്റഡ് ആയിരിക്കും. സോ ആ ലോകത്തിലൂടെ ഏരിയസ് ഈവുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇപ്പൊ ഇവരെ പിടിക്കാനായിട്ട് അതിനെ ഒരുപാടധികം ബാക്കിയുള്ള വെപ്പൺസിനെയും ഡ്രോൺസിനെയും എല്ലാം അയക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഏരിയസ് അവർ ലക്ഷ്യമിടുന്നത് ഈ പ്രോഗ്രാമിന്റെ സെൻട്രലായിട്ട് ഒരു വെള്ള വെളിച്ചുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് അവർക്ക് എത്തേണ്ടത്. എന്നാൽ അതിന് മുന്നേ ആയിട്ട് അദീനയുടെ ആൾക്കാർ അവരെ പിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തുള്ള ആ ഒരു ചേസിങ്ങും കാര്യങ്ങളൊക്കെ വിഷ്വലി ഭയങ്കര അടിപൊളിയാണ്. എന്നാൽ അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പൊ ഈവ് ചോദിക്കുന്നുണ്ട്, ഏരിയസ് എന്തുകൊണ്ടാണ് നീ എന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത്? ഈ സമയത്ത് ഏരിയസ് പറയാണ്, എന്റെ നോട്ടത്തിൽ, അതായത് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ നീ ഒരു നല്ല മനുഷ്യയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊട്ടു മുന്നിൽ കാണുന്ന ആ ഒരു പ്രകാശം അതങ്ങനെ നോക്കുന്ന സമയത്ത് വലിയൊരു കുഴി പോലെയാണ്, ഒരു വലിയ ഗർത്തം പോലെ. അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവന് പേടിയാവാണ്. എന്നാൽ ഏരിയസ് പറഞ്ഞത് കൊണ്ട് അവന്റെ കൂടെ അതിനുള്ളിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. അതായത് പുറത്തുനിന്ന് ജൂലിയൻ കമാൻഡ് കൊടുക്കാതെ തന്നെ ആ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു ലൂപ്പ് ഹോൾ ആണ് ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ജൂലിയൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാതെ തന്നെ ആ വലിയ ഡിവൈസുകൾ ഇപ്പോ ഹീറോയിനായിട്ടുള്ള ഈവനെയും അതുപോലെ തന്നെ ഏരിയസിനെയും 3D പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഈവൻ ഇപ്പൊ പുറത്തേക്ക് കിടക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഏരിയസും ഒരു റിയൽ വേൾഡിലെ സാധാ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ തന്നെ അവരെ തടുക്കാൻ വന്ന ജൂലിയന്റെ ഒരാളെ ഈ ഏരിയസ് ആട്ടിച്ച് പരിപ്പാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇത് കണ്ട് ഭ്രാന്ത് പിടിച്ച ജൂലിയൻ പറയാണ്, ഏരിയസെ നോക്കിക്കോ, ഇത് നിന്റെ അവസാനമാണ്, കൂടിപ്പോയാൽ 29 മിനിറ്റ്, അതിനുള്ളിൽ നീ തീർന്നിരിക്കുന്നു അറിയണം. എന്നാൽ അതൊന്നും നോക്കാതെ ഏരിയസ് ഇപ്പോൾ നമ്മുടെ ഈവുമായിട്ട് അവിടുന്ന് വേഗം രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ അപ്പൊ തന്നെ ജൂലിയൻ അദീനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവൾക്ക് ഭയങ്കര മോഡേൺ ആയിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളും എല്ലാ അധികാരവും കൊടുക്കുകയാണ്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവരെ രണ്ടുപേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ അവിടുന്ന് ഏരിയസും ഈവും രക്ഷപ്പെട്ടു പോകുന്നത് ഒരു ചെറിയ വാനിലാണ്, അത്ര വലിയ സ്പീഡൊന്നുമില്ല. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ നിർത്താൻ വേണ്ടി ഏരിയസിനോട് ഈവ് പറയാണ് കേട്ടോ. അപ്പൊ അവിടെ നിർത്തി പെട്ടെന്ന് തന്നെ ഈവ് ഉള്ളിലേക്ക് പോയിട്ട് ഒരു ഫോൺ ചെയ്യാണ്. മൈക്കിളിനെയാണ് വിളിക്കുന്നത്, അതായത് അവളുടെ ആ ഒരു സുഹൃത്തിനെ. എന്നിട്ട് അവനോട് പറയാണ്, എന്തോ ഒരു ഡിവൈസ് ഉണ്ട്, അത് എടുത്തുകൊണ്ട് വേഗം തന്നെ നമ്മുടെ കമ്പനി, അതായത് ഇൻകാമിലേക്ക് വരാനായിട്ട്. ഫോൺ വിളിയും കഴിഞ്ഞ് അവള് പുറത്തേക്ക് ഇറങ്ങിയ
സമയത്ത് ഏരീസ് അവിടെ ഉണ്ടായിരുന്ന വേറെ ഏതോ ഒരു കാർ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് അതിൽ കയറിയിട്ടാണ് ഇവര് നേരെ ഇൻകം എന്ന് പറഞ്ഞ അവരുടെ ആ ഒരു കമ്പനിയിലേക്ക് പോകുന്നത്. അധികം വൈകാതെ അങ്ങോട്ടേക്ക് മൈക്കിളും വരും. എന്തായാലും ഈ സമയത്ത് ഈവ് ചോദിക്കണം, അല്ല നീ എന്തിനാ വണ്ടി മാറ്റിയത്? അപ്പൊ ഏരീസ് പറയാണ്, നമ്മൾ വന്ന ആ ഒരു വാനിൽ പോവുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും ആവും, പക്ഷെ ഇതിൽ പോവുകയാണെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും. അല്ല നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വയം ചിന്തിക്കാൻ തുടങ്ങിയെന്ന് ഇപ്പൊ ഏരീസിനോട് ഈവ് ചോദിച്ചപ്പോൾ ഏരീസ് പറയണ, എനിക്കറിയില്ല, ചിലപ്പോ എന്റെ ഉള്ളിലെ എന്തെങ്കിലും ഒരു ബഗ് ആയിരിക്കും, മാൽഫങ്ഷൻ ആയിരിക്കും, അതായത് ഞാൻ മര്യാദക്ക് വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഞാനിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വയമായി ചിന്തിക്കുന്നതെന്ന് ഏരീസ് പറയാണ്. അതുപോലെ ഏരീസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ നിന്നെ കുറിച്ച് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നിന്റെ ചേച്ചി ഡെസ് മരിച്ച സമയത്ത് നീ എത്രത്തോളം വിഷമിച്ചു, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാനായിട്ട് നീ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, ഈ കാര്യമെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നിന്റെ ഉദ്ദേശം ഈ ലോകത്തിന്റെ നന്മയാണ്, അത് പണമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് റിസ്ക് ആയിട്ട് കൂടെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് കേട്ട സമയത്ത് ഈവന് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു നേരത്ത് ചേച്ചിയുടെ ഓർമ്മകൾ അവളുടെ ഉള്ളിലൂടെ അങ്ങനെ മിങ്ങി മറിഞ്ഞു പോവാണ്. മറ്റൊരു കാര്യം കൂടെ ഏരീസ് ഇപ്പോൾ ഈവനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ ഒരു പെർമനന്റ് കോഡ് അതിപ്പോ നിന്റെ ഉള്ളിലില്ലേ? എന്നാൽ ഈവ് പറയുന്നത്, ഒരു കാരണവശാലും എനിക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ മറ്റൊരു ഐഡിയ ഉണ്ട്. ഞാൻ ആ ഒരു പെർമനന്റ് കോഡ് എടുത്ത ആ ഒരു പഴയ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അതിന്റെ ചെറിയൊരു അംശമെങ്കിലും ഇല്ലാതിരിക്കില്ല. എന്നാൽ ആ ഒരു പഴയ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് എന്നെ കയറ്റി വിടാൻ വേണ്ടി ഏരീസ് പറയാണ്. അങ്ങനെയാണെങ്കിൽ അവന് തന്നെ അതിന്റെ ഉള്ളിൽ പോയിട്ട് അത് തപ്പി കണ്ടുപിടിക്കാം. അപ്പോഴേക്കും ഇവരിപ്പോ എൻകാം കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടെ തന്നെ മൈക്കിളും എത്തിയിട്ടുണ്ട്. മൈക്കിളിനോട് ചില കാര്യങ്ങൾ ഈവ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അതെല്ലാം കൊണ്ടുവരികയാണ്. പക്ഷെ മൈക്കിളിന് ഈവിന്റെ കൂടെ വന്ന ഈ ഏരിയസ് അവൻ വെറും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇപ്പൊ അതിനൊന്നും നേരമില്ല. ഇവരുടെ കയ്യിൽ ആ ഒരു പാർട്ടിക്കിൾ ഗണ്ണ് അത് ഉപയോഗിച്ചുകൊണ്ട് ആ പഴയ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇനി ഏരീസിനെ കടത്തി വിടണം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ പോയിട്ട് അവൻ തപ്പി കണ്ടുപിടിക്കണം ആ ഒരു പെർമനന്റ് കോഡ് എവിടെയാന്നുള്ളത്. എന്നാൽ അതേ നേരം തന്നെ പുറത്തേക്ക് അദീന് വരികയാണ്. എന്നാൽ അദീൻ ഇവരെ അറ്റാക്ക് ചെയ്യാതെ കാത്തിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഈവ് ഏരീസിനോട് ചോദിക്കുകയാണ്, അതായത് നമ്മുടെ തൊട്ടടുത്തെത്തിയിട്ടും അവൾ എന്തുകൊണ്ടാണ് നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്യാത്തത്? ആ നേരത്ത് ഏരീസ് പറയാണ്, കാരണം എനിക്ക് 29 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. ആ സെക്കൻഡുകൾക്ക് വേണ്ടിയിട്ട് അവൾ കാത്തിരിക്കുകയാണ്. ഞാൻ നശിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആപത്താണെന്ന് കരുതിയിട്ട് ഏരീസ് അവൻ സ്വയം നശിക്കും എന്ന് പോലും നോക്കാതെ ആ 29 സെക്കൻഡേ ഉള്ളൂ, ആ 29 സെക്കൻഡിന്റെ ഉള്ളിൽ അവൻ ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് കയറിയില്ലെങ്കിൽ അവൻ നശിച്ചു പോകും. പക്ഷെ അതൊന്നും നോക്കാതെ പുറത്ത് നിൽക്കുന്ന അദീനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ ആ ഒരു ഗ്ലാസ് തകർത്തുകൊണ്ട് പുറത്തേക്ക് ചാടുകയാണ്. എന്നാൽ അത് നോക്കാതെ ഈവ് എന്ത് ചെയ്തു, ആ ഒരു പാർട്ടിക്കിൾ ഗൺ ഓൺ ആക്കുകയാണ്. അപ്പൊ തന്നെ ഏരീസിനെ ആ ഒരു പാർട്ടിക്കിൾ ഗണ്ണ് പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരെ ഇനി രക്ഷപ്പെടുത്താനായിട്ട് ഏരീസ് ഇല്ല. അവൻ ആ ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. അതായത് പുതിയ ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ല, പഴയ ഒരു കമ്പ്യൂട്ടറിന്റെ ഉൾഭാഗമാണ് അത്. ഇതേ നേരം തന്നെ അദീൻ ഉള്ളിലേക്ക് വരികയാണ്. അവള് വന്ന പാട് തന്നെ ചെയ്യുന്നത് കയ്യിലുണ്ടായിരുന്ന വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ പാർട്ടിക്കിൾ ഗൺ ഉണ്ടല്ലോ അത് വെട്ടിമുറിച്ച് കളയാണ്. അതുപോലെ മൈക്കിളിനെ എടുത്തൊരു ഏറ് കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവന്റെ ബോധം പോവാണ്. ഇതേ സമയത്തിന് ഈവ് ഈ അദീനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവസാനം അദീനയുടെ കയ്യിൽ പെട്ടുപോകുന്നുണ്ട്. ഇതിനിടയിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തീപിടുത്തം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫയർ സെൻസർ അത് ആക്റ്റീവായിട്ട് മുകളിൽ നിന്നും താഴേക്ക് വെള്ളം പതിയെ പതിയെ വീഴാൻ തുടങ്ങുകയാണ്. അതിപ്പോ അദീനയുടെ ആ ഒരു ശരീരത്തിൽ തട്ടുന്നുണ്ട്. അന്ന് ഏരിയസിന് മഴ നനഞ്ഞപ്പോഴുണ്ടായിരുന്ന അതേ ഫീലിംഗ് തന്നെ ഇപ്പോ അദീനയ്ക്കും ഫീൽ ആവുകയാണ്. അതായത് ആ ഒരു വെള്ളത്തുള്ളികളൊക്കെ ദേഹത്ത് തട്ടുമ്പോൾ അവൾക്ക് എന്തോ ഒരു വ്യത്യസ്തമായ ഫീലിംഗ്. എന്താണിത്? ഇതുവരെയായിട്ടും ഫീൽ ചെയ്യാത്ത മറ്റൊരു കാര്യം. ഇതിലേക്ക് അവളുടെ ആ ഒരു മൈൻഡ് ഡൈവേർട്ട് ആയ സമയത്ത് ഈ അദീനയ്ക്കും പ്രോഗ്രാമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ 29-30 മിനിറ്റ് മാത്രമല്ലേ സമയമുള്ളൂ. ആ സമയം കഴിഞ്ഞു പോവാണ്. അവൾ അവിടെ വെച്ച് തന്നെ ഇല്ലാതാവുകയാണ്. അതായത് അലിഞ്ഞു പോവാണ് അവളുടെ ആ ഒരു ശരീരം. അതുകൊണ്ട് തന്നെ ഈവ് ഇപ്പൊ രക്ഷപ്പെടുകയാണ്. പക്ഷെ ഈവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാർട്ടിക്കിൾ ഗണ്ണ് അദീനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ആ ഒരു ഗൺ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാമിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ഏരീസിനെ അവൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ അദീന വന്നപ്പോൾ അവളുടെ കയ്യിലും ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്കിൾ ഗണ്ണ്. എന്നാൽ ഈ വെള്ളം എല്ലാം നനഞ്ഞ് അതിനെന്തൊക്കെയോ ചില കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട്. സോ ഏരീസിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈവിന് മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. ഇതേ സമയത്തിന് ആ പഴയ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കണ്ണു തുറന്ന നമ്മുടെ ഏരീസിനെ കാണിക്കുകയാണ്. അതായത് ഇത്രയും നേരം നമ്മൾ കണ്ടതുപോലെയല്ല ആ പഴയ കമ്പ്യൂട്ടറിന്റെ ഉൾഭാഗം. എന്തായാലും ഏരീസ് അതിന്റെ ഉള്ളിലേക്ക് നോക്കിയ സമയത്തുണ്ടല്ലോ ഒരു ബോൾ വന്നിട്ട് ചെറിയൊരു ബീപ്പ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു ബോളിനോട് ഏരീസ് പറയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ആ പെർമനന്റ് കോഡ് അത് തേടിയിട്ടാണ്. അപ്പൊ തന്നെ അവിടെ ഒരു മഞ്ഞ വടി വീഴുന്നുണ്ട് കേട്ടോ. അത് അവൻ എടുത്ത സമയത്ത് പെട്ടെന്ന് ഒരു എന്താ പറയാ ഒരു വലിയ വണ്ടിയായിട്ട് കൺവേർട്ട് ആവുകയാണ്. പിന്നീട് അത് ഉപയോഗിച്ചുകൊണ്ട് കുറെ അധികം ദൂരത്തേക്ക് അവനിങ്ങനെ പോവുകയാണ്. കാരണം ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഇൻഫിനിറ്റ് എമൗണ്ട് ആയിട്ടുള്ള സ്ഥലം ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതേ നേരം തന്നെ പുറം ലോകത്തുനിന്ന് അതായത് മനുഷ്യലോകത്തുനിന്ന് നശിച്ചുപോയ അദീനയുടെ ശരീരം ഇപ്പൊ കണ്ണു തുറക്കുന്നത് ആ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിലാണ്. എന്നാൽ അവളുടെ ദേഹത്തും ഇതുപോലെ വെള്ളമായ സമയത്ത് അവൾക്കും റിയൽ ആയിട്ടുള്ള ചില ഫീലിംഗ് വരികയാണ്. അതായത് എങ്ങനെയാണോ ഏരീസ് ചിന്തിച്ചത് അതുപോലെ തന്നെ അവളും ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അതായത് ആ ഒരു പെർമനന്റ് കോഡ് അവൾക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഏരീസ് ചെയ്തതുപോലെ തന്നെ ആ വെള്ള വെളിച്ചത്തിലൂടെ അവൾ സ്വയമേ പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഡെലിഞ്ചർ കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള ജൂലിയൻ ഇവനാകും ഞെട്ടിപ്പോവാണ്. ഇതെന്താണ്? ഞാൻ കമാൻഡ് കൊടുക്കാതെ തന്നെ അദീൻ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ഈ സമയത്ത് അദീന പറയാണ്, സാർ നിങ്ങളല്ലേ പറഞ്ഞത് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്
ആയിട്ട് എന്ത് വേണമെങ്കിലും എടുത്തോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആ 3D പ്രിന്റർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാമിന്റെ ഉള്ളിൽ വലിയൊരു ഷിപ്പ് തന്നെ പുറത്തേക്ക് അവള് ഡിസൈൻ ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ജൂലിയൻ പറയുന്നുണ്ട് ഇതൊന്നും നടക്കില്ല, കാരണം ഇത്രയും വലിയ ഷിപ്പുമായിട്ടൊക്കെ നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ഉണ്ടാവും. എന്നാൽ ഒരു കാരണവശാലും അദീന അതൊന്നും കേൾക്കുന്നില്ല. കാരണം അവൾക്ക് കിട്ടിയ കമാൻഡ് അത് അവൾ ഫോളോ ചെയ്യുന്നു. അതായത് ഈവനെയും പിടിക്കണം, അതുപോലെ തന്നെ ഏരീസിനെയും പിടിക്കണം. ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് എലിസബത്ത് വരുന്നത്, ജൂലിയന്റെ അമ്മയെ. അവരിപ്പോ പറയാണ്, ജൂലിയ നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഇനി മുതൽ കമ്പനിയുടെ CEO അത് ഞാനാണ്. മാത്രമല്ല പൂർണ്ണമായിട്ടും പവർ ഞാൻ ഷട്ട് ഡൗൺ ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ട് അവള് വേഗം തന്നെ അത് ഓഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് എലിസബത്തിന്റെ അടുത്തേക്ക് വന്ന ഈ അദീന അവളെ കുത്തി കൊന്നുകളയാണ്. കാരണം ഈ ഒരു ദൗത്യം അത് ആര് തടുക്കാൻ നിന്നാലും അവരെ കൊന്നുകളയും അദീന. അങ്ങനെ അവസാനം ആ ഒരു വലിയ ഷിപ്പ് 3D പ്രിന്റ് ചെയ്തെടുക്കുകയാണ്. മാത്രമല്ല കൂടെ 2-3 ആൾക്കാരെയും അവൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അവളുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നേരത്തെ ഏരീസ് എങ്ങനെയാണോ സ്വയമേ ചിന്തിക്കാൻ തുടങ്ങിയത്, അതുപോലെ തന്നെ അദീനയും ചിന്തിക്കുകയാണ്. അതായത് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, എന്നെ തടുക്കാനായിട്ട് ആരുമില്ല എന്നുള്ള ആ ഒരു അഹങ്കാരഭാവം അവളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് ആ സ്ഥലം മുഴുവൻ ഏകദേശം തകർത്ത് അവളും അവളുടെ ആവശ്യത്തിന് അവൾ ഉണ്ടാക്കിയെടുത്ത ചില കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ, അതായത് അവളെപ്പോലെ തന്നെയുള്ള പ്രോഗ്രാമുകളെ എടുത്തുകൊണ്ട് നേരെ എൻകാം കമ്പനിയിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പഴയ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഏരിയസ് പോയല്ലോ. അങ്ങനെ കുറെ നേരം പോയി അവസാനം മറ്റൊരു വലിയ പ്രോഗ്രാമിന്റെ അടുത്തേക്ക് അവൻ എത്തുകയാണ്. അത് മറ്റാരുമല്ല, എൻകാം കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള നമ്മൾ സിനിമയുടെ ആരംഭത്തിൽ കണ്ടില്ലേ കെവിൻ ഫ്ലിൻ, അദ്ദേഹത്തെ കാണാതായി എന്ന് പറഞ്ഞില്ലേ. കാണാതായതല്ല, അദ്ദേഹം പാർട്ടിക്കിൾ ഗൺ പോലെയുള്ള മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ ഒരു പ്രോഗ്രാമാക്കി മാറ്റി ഈ ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് വന്നതാണ്. ആ പ്രോഗ്രാമിനെയാണ് ഇപ്പൊ അവിടെ നമ്മുടെ ഏരിയസ് കാണുന്നത്. ആദ്യം കണ്ടപ്പോൾ അവനൊന്ന് അത്ഭുതപ്പെട്ടു പോവാണ്. ഇതേ നേരം തന്നെ എൻകാം കമ്പനിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദീന അവളുടെ ഒരു വലിയ ഷിപ്പ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈവ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാർട്ടിക്കിൾ ഗൺ നശിച്ചു പോയല്ലോ, അതിനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് അജയും മീരയും വരുന്നത്. അജയ് ഇപ്പോൾ ഈവിനോട് ചോദിക്കുകയാണ്, ഈവ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അജയനോട് ആ സമയത്ത് ഈവ് കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ആ ജൂലിയൻ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. അവൻ എന്നെ ആ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ കൊണ്ടേ അടച്ചിട്ടു. ഇത് കേട്ട് നമ്മുടെ അജയ് വരെ ഞെട്ടിപ്പോണ്. എന്താ നീ പറയുന്നത്? അതൊക്കെ പോസിബിൾ ആണോ? അപ്പൊ ഈവ് പറയാണ്, തീർച്ചയായിട്ടും ഈ പാർട്ടിക്കിൾ ഗണ്ണ് കണ്ടോ, ഇത് ഉപയോഗിച്ച് എന്റെ ശരീരം പാർട്ടിക്കിൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എന്നെ ആ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് അവൻ കടത്തി വിട്ട് കളഞ്ഞു. അതുപോലെ എന്നെ പിടിക്കാനായിട്ട് അവൻ പറഞ്ഞയച്ചത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉള്ളിലെ ചില റോബോട്ടുകളെയാണ്. ഇതെല്ലാം പോസിബിൾ ആണ്. അതുപോലെ തന്നെ അവൻ അയച്ച ഏരിയസ് എന്ന ആ ഒരു റോബോട്ട് നമ്മുടെ ഈ ഒരു പഴയ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് ആ ഒരു പെർമനന്റ് കോഡ് തേടി പോയിട്ടുണ്ട്. അവനിപ്പോ ശരിക്കും നമ്മളെ സഹായിക്കാനാണ് നോക്കുന്നത്. എന്നാൽ അവൻ അതിന്റെ ഉള്ളിൽ നിന്നും തിരിച്ചെടുക്കണമെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾ ഗൺ ആവശ്യമാണ്. അതാണെങ്കിൽ ഇപ്പൊ നാശമായി കിടക്കുകയാണ്. എന്താ പിന്നെ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് അജയും കൂടെ അത് നന്നാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉൾഭാഗത്ത് കാണിക്കുകയാണ്. അതായത് മനുഷ്യനായിട്ട് ഇപ്പൊ ഒരു പ്രോഗ്രാമായിട്ട് മാറിയ കെവിൻ ഫ്ലിൻ അതിന്റെ ഉള്ളിലുണ്ടല്ലോ, അയാൾ ഇപ്പൊ നേരിട്ട് നമ്മുടെ ഏരിയസിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് നീ ഒരു പ്രോഗ്രാമായിട്ട് കൂടി ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നിനക്ക് ആഗ്രഹം ഉണ്ടല്ലേ, അതിനുവേണ്ടിയല്ലേ നീ ആ ഒരു പെർമനന്റ് കോഡ് തേടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഏരിയസിനോട് ചോദിക്കുമ്പോൾ, ശരിയാണ്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ എനിക്ക് വേറെ ചില ഉദ്ദേശങ്ങളാണ്. ശരിക്കും എന്നെ ഉണ്ടാക്കിയത് നിങ്ങളുടെ ശത്രുവായിട്ടുള്ള ഡെലഞ്ചർ കമ്പനിയാണ്. എന്നാൽ അവരുടെ ഓരോ നീക്കവും പ്രവൃത്തിയും വളരെ മോശമായതുകൊണ്ട് ഞാൻ ആ ഒരു കമ്പനി വിട്ട് ഈവിന്റെ അടുത്തേക്ക് വന്നതാണ്. ഈവൻ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, കാരണം ഈ ലോകത്ത് നല്ലത് ചെയ്യാൻ പോകുന്നത് ഈവാണ്. ഈ നേരം ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ കെവിൻ ഫ്ലിൻ പറയാണ്, കുറെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു പെർമനന്റ് കോഡ് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. ഇത് തേടിക്കൊണ്ട് ചീത്ത ആൾക്കാർ വരും, ഇത് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന് നാശേ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ശരീരത്തിന് ഒരു പാർട്ടികളായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് വന്നതും അതുപോലെ ആ ഒരു പെർമനന്റ് കോഡ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചതും. പക്ഷേ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നതിന് ഒരു അർത്ഥം ഉണ്ടായിരിക്കുകയാണ്. കാരണം ആ ഒരു പെർമനന്റ് കോഡിന് അർഹനായിട്ടുള്ള ഒരാൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഏവ് ആ ഒരു പാർട്ടിക്കിൾ ഗണ്ണ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ നേരത്താണ് വലിയ ഒരു ഷിപ്പുമായിട്ട് അദീന അങ്ങോട്ടേക്ക് വരുന്നത്. ശരിക്കും ആ ഒരു ഷിപ്പിന്റെ വലുപ്പവും ഡിസൈനും ഇതെല്ലാം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഈവ് പറയാണ്, നമ്മുടെ മുന്നിൽ ഇനി അധികം നേരമില്ല, ഒരേ ഒരു വഴിയുണ്ട്. നേരത്തെ അദീന വന്ന സമയത്ത് ഒരു പാർട്ടിക്കിൾ ഗൺ കൊണ്ടുവന്നായിരുന്നല്ലോ, ആ ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഡെലഞ്ചർ കമ്പനി ഇവർക്ക് ഇനി ഹാക്ക് ചെയ്യാൻ കഴിയും. കാരണം ആ ഗണ്ണ് ആ കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണല്ലോ. സോ ആ ജോലി ഇപ്പൊ അജയും മീരയെ ഏൽപ്പിക്കുകയാണ്. അതേ നേരം അദീന വന്ന ആ ഒരു സ്പേസ് ഷിപ്പ് അതിന് വഴിതിരിച്ചു വിടാനായിട്ട് ഈവ് മറ്റൊരു വഴിയിലേക്ക് പോകണം. മാത്രമല്ല നഗരത്തിലേക്ക് ഇത്രയും വലിയൊരു സ്പേസ് ഷിപ്പ് വരുന്ന സമയത്ത് ഗവൺമെന്റ് വെറുതെ ഇരിക്കും. അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫൈറ്റർ ജെറ്റുകളെ അയക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അതിനെയെല്ലാം വളരെ നിസ്സാരമായിട്ട് ലേസർ ബ്ലേഡുകൾ ഉപയോഗിച്ച് അദീനെ ഇല്ലാതാക്കി കളയാണ്. മാത്രമല്ല അദീനയെ വഴിതിരിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈവ് ഓടി രക്ഷപ്പെട്ടായിരുന്നല്ലോ, അവളുടെ ചുറ്റും ഒരു ലേസർ ബ്ലേഡിന്റെ ഒരു എന്താ പറയാ ഒരു കവചം തന്നെ അദീന ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ നേരം അവളുടെ ശ്രദ്ധ ഒന്ന് മാറിയ സമയത്ത് ഒരു ഫൈറ്റർ ജെറ്റ് വലിയൊരു ബോംബ് ആ ഒരു സ്പേസ് ഷിപ്പിൽ ഇടുകയാണ്. അതോടുകൂടിയിട്ട് അത് തകർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ നേരം തന്നെ പ്രോഗ്രാമിന്റെ ഉള്ളിൽ കാണിക്കുകയാണ് കെവിൻ ഫ്ലിന് അവസാനമായിട്ട് ആ ഒരു പെർമനന്റ് കോഡ് അയാളുടെ കയ്യിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഏരിസിനെ നോക്കിയിട്ട് പറയണ, നിന്നെ വിശ്വസിച്ചുകൊണ്ട്
ഉപയോഗിച്ചുകൊണ്ട് ഈ കോഡ് ഞാൻ നിന്റെ കൈകളിലേക്ക് തരികയാണ്. ഒരു കാരണവശാലും ഇത് നീ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇത് പറഞ്ഞ് അവന്റെ കൈകളിലേക്ക് ആ ഒരു കോഡ് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ചുവന്ന വെളിച്ചം ഇല്ലാതാവുകയാണ്. അതായത് ആ കോഡ് അവന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ കെവിൻ ഫ്ലിൻ പറയാണ്, ഇവിടം വിട്ട് നിനക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഇതാ ഈ കാണുന്ന വെള്ള വെളിച്ചം ഉപയോഗിച്ചാൽ മതി, നമുക്ക് വീണ്ടും കാണാന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഏരിസിനെ പുറത്തേക്ക് അയക്കാണ്. ഇതേ നേരം തന്നെ അദീനയുടെ ആ ഒരു സ്പേസ് ഷിപ്പ് തകർന്ന് താഴേക്ക് വീണെങ്കിലും അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കപ്പിനായിട്ട് വലിയൊരു ട്രക്ക് തന്നെ അവൾ വെച്ചായിരുന്നു. ആ ട്രക്കുമായിട്ട് നേരെ ഈവിന്റെ അടുത്തേക്ക് ചെന്ന് ഈവിനെ അവൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ലൈറ്റിലൂടെ പുറത്തേക്ക് വന്ന ഏരിസ് അവന്റെ ശരീരം സ്വയം പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ഒരു മനുഷ്യരൂപത്തിലേക്ക് വന്ന ഏരിസ് ഇപ്പൊ നേരെ പോകുന്നത് അദീനയുടെ ആ ഒരു ട്രക്കിന്റെ മുന്നിലേക്കാണ്. ഏരിസിനെ കണ്ട സമയത്ത് അദീനയ്ക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് കേട്ടോ. കാരണം നീ ഇതുവരെയായിട്ട് നശിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഏരിസ് കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്ലേഡ് അവളുടെ ആ ഒരു ട്രക്കിനിട്ട് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ് കേട്ടോ. അടുത്ത നിമിഷം തന്നെ അദീനയുടെ ആ ഒരു ട്രക്ക് തകർന്ന് താഴേക്ക് വീഴുകയാണ്. ഇതേ സമയം തന്നെ ഡെലിഞ്ചർ കമ്പനിയെ ഇപ്പൊ അജയ് അതുപോലെ തന്നെ മീര ഇവര് രണ്ടുപേരും ചേർന്ന് നന്നായിട്ട് തന്നെ ഹാക്ക് ചെയ്ത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏരിസിന്റെ അടുത്തേക്ക് അദീന വരികയാണ്. അദീന വന്നിട്ട് പറയാണ്, ഏരിസെ അപ്പൊ നിനക്ക് പൂർണ്ണമായിട്ടുള്ള മനുഷ്യരൂപം അതായത് പെർമനന്റ് കോഡ് കിട്ടിയല്ലേ, പക്ഷേ ഇന്ന് തന്നെ നിന്റെ അവസാനമാണല്ലോ ഏരിസെ. ഇത് പറഞ്ഞ് അദീനയും അവളുടെ രണ്ടാൾക്കാരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മനുഷ്യരൂപത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഏരീസിന്റെ ചില പവറുകളൊക്കെ നഷ്ടമായിട്ടുണ്ട്. ഇവനോട് ഏരീസ് പറയണ, തൽക്കാലം നീ ഇവിടുന്ന് മാറിക്കോ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന്. പിന്നീട് അങ്ങോട്ടേക്ക് പൂരം ഫൈറ്റ് ആണ്, വല്ല കിടിലം ഫൈറ്റ്. മാത്രമല്ല ഏരീസിന്റെ കയ്യിൽ ആ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, അത് ആ ഒരു ട്രക്ക് നശിപ്പിക്കാനായിട്ട് അവന് എറിഞ്ഞില്ലേ, അതിനി പോയി തന്നെ എടുക്കണം. അത് ഇങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരില്ല, കാരണം അവനിപ്പോ ഒരു മനുഷ്യനാണ്. എന്നാലും ഏരീസിന്റെ ഉള്ളിൽ ആ ഒരു ഫൈറ്റിംഗ് സ്കില്ല് അത് എവിടെയും പോയിട്ടില്ല കേട്ടോ. ഇവരോട് 3 പേരോട് നന്നായിട്ട് തന്നെ പോരാടുകയാണ്. അതിനെ ഒഴികെ ബാക്കിയുള്ള 2 പേരെയും അവൻ നിസാരമായിട്ട് തന്നെ തോൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അദീന അത്ര നിസാരക്കാരിയല്ല, അത്യാവശ്യം കഷ്ടപ്പെടുന്നുണ്ട് ഏരീസ് അവളുടെ മുന്നിൽ നിന്ന് പിടിച്ചു നിൽക്കാനായിട്ട്. കാരണം അവന്റെ ബ്ലേഡ് ഇപ്പോൾ അവന്റെ കയ്യിലില്ല. ഈ നേരത്താണ് ഈവ് ആ ബ്ലേഡ് എവിടുന്നോ തപ്പിപ്പിടിച്ച് അവനിക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. അതേ നേരം അവനെ വെട്ടാൻ നോക്കിയ അദീനയുടെ ആ ഒരു വലിയ ആയുധം ഈ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഏരീസ് തടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് ഏരീസിനെ പിടിച്ചാ കിട്ടാത്ത രീതിയിൽ അവൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യണം. ആ ഫൈറ്റിനൊടുവിൽ അദീനയുടെ കൈ തന്നെ ഏരീസ് വെട്ടുന്നുണ്ട്. ഇതേ നേരം തന്നെ അജയ് ഈ ഡെലിഞ്ചർ കമ്പനി പൂർണ്ണമായിട്ട് ഹാക്ക് ചെയ്ത് അതിന്റെ പ്രോഗ്രാമിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം അതിന്റെ ഭാഗമായിട്ടുള്ള അദീനയും തകർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അദീനയെ പോയിട്ട് ഏരീസ് പിടിക്കുന്നുണ്ട്. ഏരീസ് പറയാണ്, ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പൊ അദീനയും പറയാണ്, ഞാനും നിന്നോടുള്ള വെറുപ്പോ ദേഷ്യം കൊണ്ടോ ചെയ്തതല്ല, ഇത് എനിക്ക് കിട്ടിയ ഓർഡർ മാത്രമാണ്. അങ്ങനെ ഏരീസിന്റെ കയ്യിൽ കിടന്നുകൊണ്ട് അദീന പൂർണ്ണമായിട്ടും ഉരുകി ഇല്ലാതാവുകയാണ്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള വാർത്തയാവുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം ഡെലിഞ്ചർ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ജൂലിയൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സോ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യം നേരത്തെ മനസ്സിലാക്കിയ ജൂലിയൻ ഒരു കാര്യം ചെയ്യാണ്. അതായത് അവന്റെ ശരീരത്തിനെ ഒരു പാർട്ടികളായിട്ട് കൺവേർട്ട് ചെയ്ത് അവന് ആ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് അവൻ നേരെ പോകുന്നത് ആ ലേസർ മെഷീന്റെ അടുത്തേക്കാണ്. അതായത് അത് വെച്ച് പ്രിന്റ് ചെയ്യാൻ മാത്രമല്ല, അത് ഉപയോഗിച്ച് റിവേഴ്സ് ചെയ്യാനും കഴിയും. ആ മെഷീൻ ഇപ്പോൾ ഈ ജൂലിയന്റെ ശരീരത്തിലെ പാർട്ടികളായിട്ട് കൺവേർട്ട് ചെയ്ത് അവന് നേരെ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് അയറ്റുകയാണ്. ഇതേ സമയത്ത് തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയതുകൊണ്ട് വളരെ സമാധാനത്തോടെ ഏവും അതുപോലെ തന്നെ ഏരീസും ഒരുമിച്ചിരിക്കുകയാണ്. ഏവി ഇപ്പോൾ ഏരീസിനോട് നന്ദി പറയാണ് കേട്ടോ. അപ്പൊ ഏരീസ് പറയാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ ഒരു മനുഷ്യരൂപം കിട്ടിയല്ലോ, നിങ്ങളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ എനിക്കൊന്ന് ജീവിക്കണം, ഈ ഭൂമിയിലുള്ള എല്ലാം എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ അവർ കുറച്ചുനേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ഏരീസ് പതി അവിടുന്ന് മാറുകയാണ്. ഈവും അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഈവിന്റെ ആഗ്രഹം പോലെ തന്നെ മാരകമായിട്ടുള്ള പല അസുഖങ്ങൾ, ക്യാൻസർ, ഇതിനെല്ലാം ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പെർമനന്റ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് അവൾ മരുന്നുണ്ടാക്കി കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും ദാരിദ്ര്യം, പട്ടിണിയൊക്കെ അനുഭവിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഈ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെടികൾ വളർത്തിയെടുക്കുകയാണ്. അതായത് എന്താണ് എൻകാങ് കമ്പനിയുടെ ലക്ഷ്യം അത് അവർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈവിന് ഒരു ലെറ്റർ വരുന്നുണ്ട്. ആ ലെറ്റർ അയച്ചിരിക്കുന്നത് നമ്മുടെ ഏരീസ് ആണ്. ഏരീസ് ഇപ്പോൾ ഈവിനോട് ആ ഒരു കത്തിൽ പറയുന്ന കാര്യം, എല്ലാ കാര്യങ്ങളും നീ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ഭൂമി അത് കുറച്ച് വ്യത്യസ്തമാണ്, ഇതിലെ എക്സ്പീരിയൻസും എല്ലാം ഒരുപാട് വ്യത്യസ്തം തന്നെയാണ്. എന്തായാലും അധികം വൈകാതെ നമുക്ക് മീറ്റ് ചെയ്യാം ഈവ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കത്ത് തീരുന്നത്. എന്നാൽ സിനിമ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ അവസാന ഭാഗത്തിൽ മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ശരീരത്തിനെ പാർട്ടികളായി മാറ്റിക്കൊണ്ട് പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് പോയ ജൂലിയൻ, അവൻ അവിടെ വെച്ച് ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അതായത് ഒരു മനുഷ്യൻ ഈ പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ ആക്റ്റീവ് ചെയ്യാനായിട്ട് ഒരു ബട്ടൺ ഉണ്ടാവുമല്ലോ, ഒരു പ്രത്യേകതരം പ്ലേറ്റ് പോലെയുള്ള സാധനം. എന്നാൽ ഇപ്പൊ ജൂലിയന് കിട്ടിയിരിക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ അഡ്വാൻസ് ആയിട്ടുള്ള മറ്റെന്തോ ഒരു സാധനമാണ്. അത് അവനിപ്പോ തൊട്ട സമയത്ത് തന്നെ അവന്റെ ശരീരം പെട്ടെന്ന് മറ്റെന്തോ ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. അലറിക്കൊണ്ട് തന്നെ ആ വേദന സഹിച്ചുകൊണ്ട് ജൂലിയൻ അത് അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. സംതിങ് വേറെ എന്തൊക്കെയോ അപ്പൊ വരാനുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തിനായിട്ട് അപ്പൊ കാത്തിരിക്കാം. പിന്നെ ഈ ഒരു കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.